അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2024-25 വർഷത്തിലെ ജനറൽ മദ്രസയുടെ പൊതുപരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയത്തിലെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ഗസ്വത്ത്, മുനാഫിഖുകൾ 15, ഹിജ്ർ, ഖൽബ്, മടിക്കരുത് 5. ഈ പദങ്ങൾ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ചേർത്ത് നമുക്ക് എഴുതാം. ചോദ്യം 1. ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ 15. ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ 15. ചോദ്യം 2. തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ്. തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ്. ചോദ്യം 3. നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം ഗസ്വത്ത്. നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം ഗസ്വത്ത്. ചോദ്യം 4. പശ്ചാത്തപിക്കാൻ മടിക്കരുത്. പശ്ചാത്തപിക്കാൻ മടിക്കരുത് 5. ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ മുനാഫിഖുകൾ. ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ മുനാഫിഖുകൾ. 6. സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഹിജ്ർ. സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഹിജ്ർ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഹിജ്റ വർഷവും മാസവും എഴുതുക. ചോദ്യം 1. ഖൈബർ യുദ്ധം. ഖൈബർ യുദ്ധം നടന്ന വർഷവും മാസവും എഴുതണം. നമുക്കിതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം. ഹിജ്റ 7 മുഹറം മാസം. ഹിജ്റ 7 മുഹറം മാസം. ചോദ്യം 2. ഉഹദ് യുദ്ധം നടന്നത് ഹിജ്റ 3 ശവ്വാൽ മാസം. ചോദ്യം 3. മക്ക വിജയം ഹിജ്റ 8 റമദാൻ മാസം. ചോദ്യം 4. പ്രതിരോധത്തിനുള്ള അനുവാദം ഹിജ്റ 2 സഫർ മാസം. ചോദ്യം 5. ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത് ഹിജ്റ 10 ദുൽഖഅദ മാസം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നതാണ്. ചോദ്യം 1. ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ? ഉത്തരം പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും. പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും. ചോദ്യം 2. മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോൾ? ഉത്തരം ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോൾ. ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോൾ. ചോദ്യം 3. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ത്? ഉത്തരം എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും. എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും. ചോദ്യം 4. ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആര്? ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ? ഉത്തരം അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേര്. അൻബെയ്ത്തിൽ വിദഗ്ധരായ 50 പേര്. ചോദ്യം 5.
പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം വെള്ള വസ്ത്രം, തലപ്പാവ്, ഖമീസ്. വെള്ളവസ്ത്രം, തലപ്പാവ്, ഖമീസ്. ചോദ്യം 6. മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്ര? ഉത്തരം 50 മൈൽ. ഉത്തരം 50 മൈൽ. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക എന്നതാണ്. ശരിയായ ഉത്തരത്തിന് ശരിയെന്ന് ടിക്ക് ചെയ്യുക. ചോദ്യം 1. ഖൽബിൻ്റെ അസുഖങ്ങളിൽപ്പെട്ടതാണ് കോപം. ഖൽബിൻ്റെ അസുഖങ്ങളിൽപ്പെട്ടതാണ് കോപം. ചോദ്യം 2. ഖന്തഖിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം 3000. ഖന്തഖിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം 3000. ചോദ്യം 3. വൻ പാപങ്ങളിൽപ്പെട്ടത്. വൻ പാപങ്ങളിൽപ്പെട്ടത്. ഉത്തരം വ്യഭിചാരം. ചോദ്യം 4. മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഖൈബർ. ചോദ്യം 5. മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും ഭയം കൊണ്ട്. ചോദ്യം 6. ഉഹദിൽ പതാക വഹിച്ചത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. ചോദ്യം 1. ലഅല്ലി ലാ അൽഖാകും ബഅദി ബഅദ ആമി ഹാദാ. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ചോദ്യം 2. വഖുൽ ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. ചോദ്യം 3. വനാഫിഖുൽ കീരി ഇമ്മാ അൻ യുഹ്രിഖ സിയാബക വ ഇമ്മാ അൻ നജിദ മിൻഹു റീഹൻ ഖബീസതൻ. വനാഫിഖുൽ കീരി ഇമ്മാ അൻ യുഹ്രിഖ സിയാബക വ ഇമ്മാ അൻ നജിദ മിൻഹു റീഹൻ ഖബീസതൻ. ചോദ്യം 4. യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ ഹലുമ്മൂ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നതാണ്. ചോദ്യം 1. തസ്കിയത്തുൽ ഖുലൂബ്. തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം ദുഷിച്ച വിചാരം, വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ. ദുഷിച്ച വിചാരം, വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ. ചോദ്യം 2. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിൽ ഏർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ. ഉത്തരം ബനു ഖൈനുഖാഅ്, ബനു ഖുറൈള, ബനു നളീർ. ചോദ്യം 3. കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട്? ഉത്തരം അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ട്. അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ട്. ചോദ്യം 4. ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്? ഉത്തരം അബൂജഹൽ പോലെയുള്ള ശത്രുക്കളുടെ. അബൂജഹൽ പോലെയുള്ള ശത്രുക്കളുടെ. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം സാരം എഴുതാം എന്നതാണ്, അഥവാ അർത്ഥം എഴുതുക. ചോദ്യം 1. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഉത്തരം നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. ചോദ്യം 2. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ഉത്തരം മനുഷ്യരോട് നീ
സൽസ്വഭാവത്തിൽ പെരുമാറുക. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. ചോദ്യം 3, അത്തഖ്വ ഹാഹുന. ഉത്തരം, അതിൻ്റെ അർത്ഥം ഇവിടെയാണ് തഖ്വ. ഇവിടെയാണ് തഖ്വ. ചോദ്യം 4, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. ഉത്തരം, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് ഒരുങ്ങുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.